ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി റവന്യൂ മന്ത്രി കെ രാജൻ. പൊതുജനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഡയറക്ടർ BN നാഗരാജ്. വടക്കാഞ്ചേരിയിൽ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് അതിഥി തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. റോഡപകടങ്ങൾ പെരുകുന്നു. ദേശീയപാത ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി സ്വദേശിനി സിജിയാണ് മരിച്ചത്. ഗുരുവായൂർ പാലുവായിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് യുവാവിന് പരിക്ക്. കൊരട്ടിമുത്തിയുടെ തിരുനാളിന് ഭക്തജന പ്രവാഹം. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. വിശദാംശങ്ങളിലേക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കൂടുതൽ പക്ഷിമൃഗാദികളെ വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്നും മന്ത്രി TCVയോട് പറഞ്ഞു. ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് വൻ ജനകീയ പങ്കാളിത്തത്തോടെ നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. വൻ വികസന സാധ്യതകളാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ സുവോളജിക്കൽ പാർക്ക് വരുന്നതോടുകൂടി പുത്തൂർ എന്ന സ്ഥലത്തിൻ്റെയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മുന്നേറ്റമായിരിക്കും ഇതുണ്ടാവുക. അപൂർവ ഇനം പക്ഷിമൃഗാദികളെ കൂടുതലായി എത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. വിദേശത്തു നിന്ന് വരേണ്ട 4 മൃഗങ്ങളുണ്ട്. അനാക്കോണ്ട, ജിറാഫ്, സീബ്ര, 4 തരം പക്ഷികൾ. അതെല്ലാം കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് നേരത്തെ കരുതിയതിൽ നിന്ന് വലിയ ഒരു മാറ്റത്തിലേക്ക് പോയി. സുവോളജിക്കൽ പാർക്കിന്റെ വികസനം അനുസ്യൂതമായ ഒരു പ്രക്രിയയാണ്. വെർച്വൽ പാർക്കും പെറ്റ്സുവും സമാനതകളില്ലാത്ത അനുഭവം സമ്മാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 4 തവണ 45 മിനിറ്റ് കൊണ്ടൊരു സഞ്ചാരിക്ക് യാത്ര ചെയ്യാവുന്ന ഒരു പ്രത്യേക സംവിധാനമാണിത്. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളതിൻ്റെ 3D പ്രസൻറ്റേഷനും അതുമായി ബന്ധപ്പെട്ടതെല്ലാം കണ്ടു. അങ്ങോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാവുക ഒരു ആഫ്രിക്കൻ സൂ സഫാരിക്ക് പോയിട്ടുള്ള അനുഭവങ്ങളാണ്. തിരിഞ്ഞ് അതേ ടണലിലൂടെ തന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ജുറാസിക് പാർക്കിൽ എത്തിച്ചേർന്ന അനുഭവം. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഏഷ്യൻ സഫാരിയുടെ അനുഭവം. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ ഓവർഹെഡ് സൂ, തലയ്ക്കും ഇതേ മൃഗങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവങ്ങളിലൂടെ വന്ന് നമ്മൾ ഈ ടണൽ ക്രോസ് ചെയ്യുമ്പോൾ, ടണൽ വിട്ടുപോകുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരുപാട് മൃഗങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് ഒരു സെൽഫി കൂടി എടുത്ത് യാത്രക്കാരൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ ചിത്രം അയച്ചു തരാവുന്ന വിധത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹോളോഗ്രാം സൂ. സുവോളജിക്കൽ പാർക്കിന്റെ വികസനത്തിന് തുടക്കം മുതലൊപ്പം നിന്ന TCVക്ക് മന്ത്രി നന്ദി അറിയിച്ചു. ഇത് കേവലം പുത്തൂരിൻ്റെയും വല്ലൂരിൻ്റെയും മാത്രമല്ല, തൃശ്ശൂർ നഗരം ഉൾപ്പെടുന്ന ജില്ലയുടെ തന്നെ സമാനതകളില്ലാത്ത വികസനത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതുകൊണ്ട് തൃശ്ശൂരിൻ്റെ സ്വന്തം ചാനലായിട്ടുള്ള TCVക്കും വലിയ പങ്ക് ഈ കാര്യത്തിലുണ്ട്. ക്യാമറമാൻ റോയ്ക്കൊപ്പം KB ലിബീഷ്, TCV, തൃശ്ശൂർ. ഈ മാസം 28-ന് ഉദ്ഘാടനത്തിന് ശേഷം പൊതുജനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഡയറക്ടർ BN നാഗരാജ് അറിയിച്ചു. ഇതിനായി പാർക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ നൽകണം. വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകും. റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവർക്കും അപേക്ഷിക്കാം. ജനുവരി മുതൽ പൂർണ്ണതോതിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുമെന്നും ഡയറക്ടർ TCVയോട് പറഞ്ഞു. 1-ാം തീയതി മുതൽ തന്നെ സെലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും ആവാം. ഇപ്പോൾ സ്കൂൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളെയാണ്. സ്കൂൾ കുട്ടികൾ, കോളേജിലെ കുട്ടികൾ, പിന്നെ ഓഫീസേഴ്സ്, റെസിഡൻസ് അസോസിയേഷൻസ്, പിന്നെ അല്ലാതെ തന്നെ സംഘടനകളുണ്ടാവും, NGOs ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇവർക്കെല്ലാം സെലക്റ്റഡ് ആയിട്ടുള്ള സ്ലോട്ട് കൊടുക്കും. ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവസം ആദ്യം എണ്ണം കുറവായിരിക്കും, ഒരു 50-100 വരെ കയറ്റുള്ളൂ. അടുത്ത ദിവസം 100-150 ആവും, 200 ആവും. അങ്ങനെ ഈ ഗ്രാജുവലായിട്ട് കൂട്ടി 2 മാസം കൊണ്ട് നമുക്കിതിനകത്ത് ഈ ഫുൾ
ഫ്ലഡ്ജിൽ വരുന്ന ഫുൾ ആൾക്കാരെ എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം വരും. ആ മാറ്റം വരുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മൃഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് അറിയാനും പറ്റും. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ആ ഫീൽഡിലും ആ വിസിറ്റിംഗ് പാത്തിലും അതിൻ്റെ ഈ എക്സിബിറ്റ് ഏരിയയിലും നടത്തിയതിന് ശേഷമാണ് നമ്മൾ തുറന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സ്റ്റോഴ്സിലാണ് ഞായറാഴ്ച പുലർച്ചെ 5:30 തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനിടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യ എണ്ണയ്ക്കും മറ്റും തീപിടിച്ചതിനാൽ അപകടത്തിന്റെ ആഘാതം വർദ്ധിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് മദ്യപിച്ച് ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. ഒഡീഷ സ്വദേശി 19 വയസ്സുള്ള പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായിക്കാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒഡീഷ സ്വദേശി ധരംബീർ സിംഗിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മദ്യലഹരിയിൽ ചീട്ട് കളിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരംബീർ സിംഗ് ബിയർ കുപ്പി പൊട്ടിച്ച് ഘനശ്യാം നായിക്കിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മാസം മുൻപാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത്. മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ദേശീയപാത അമ്പലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി പന്തല്ലൂർ കാരണത്ത് വീട്ടിൽ ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 അപകടം. ഭർത്താവിനൊപ്പം പോകുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ സിജിയുടെ തലയിൽ സ്വകാര്യ ബസിന്റെ പിൻചക്രം ഇടിക്കുകയായിരുന്നു. ബസ് പുറകിലേക്ക് എടുത്താണ് സിജിയെ പുറത്തെടുത്തത്. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജി ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ പ്രവേശന ഭാഗത്താണ് അപകടമുണ്ടായത്. നേരിയ ഗതാഗത കുരുക്കിനിടെ ഡ്രെയിനേജിന് മുകളിലൂടെ പോയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതേ ദിശയിൽ വന്നിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്കാണ് സിജി വീണത്. ഗുരുവായൂർ പാലുവായിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പാലുവായി പനക്കൽ വീട്ടിൽ എർണസ്റ്റയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാക്കാത്തിരുത്തി പള്ളിവളവിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയാണ് പള്ളിവളവിൽ വെച്ച് എതിരെ വന്നിരുന്ന കാറിലിടിച്ചത്. എടത്തിരുത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊരട്ടിമുത്തിയുടെ തിരുനാളിന് അഭൂതപൂർവമായി ജനത്തിരക്ക്. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് മുത്തിയുടെ രൂപം വിശ്വാസികൾക്ക് തൊട്ടുവണങ്ങാൻ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. പൂവൻകുല വഴിപാടിനും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിബിൻ വേരംപിലാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അങ്ങാടി ചുറ്റി നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. മാള പുത്തഞ്ചിറയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലംപറമ്പിൽ വീട്ടിൽ ജയശ്രീയുടെ മാല കവർന്ന പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു കവർച്ച നടന്നത്. അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി ജയശ്രീയുടെ വായയും മൂക്കും പൊത്തിപ്പിടിച്ചതിന് ശേഷമാണ് കഴുത്തിലുണ്ടായിരുന്ന 6 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചത്. ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കുട്ടനല്ലൂർ വാരിയം ലൈനിൽ വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്ന വയോധികയുടെ 1.5 പവന്റെ മാല ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവർന്നു. സിന്ധു നിവാസിൽ അച്യുതവാര്യരുടെ ഭാര്യ ജലജയുടെ മാലയാണ് കവർന്നത്. ചുവന്ന കളർ ബൈക്കിൽ വന്ന സംഘമാണ് മാല കവർന്നത്. ഉള്ളൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂരിൽ കടയിൽ നിന്ന് കത്തികൾ എടുക്കാൻ ശ്രമിച്ചതിന് ചോദ്യം ചെയ്ത കടയുടമയെ ആക്രമിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകമലേശ്വരം വയലാർ നാലുമാക്കൽ വീട്ടിൽ മുരളീധരനെ ആക്രമിച്ച കേസിൽ ലോകമലേശ്വരം ആശാൻ പറമ്പ് പുളിക്കലകത്ത് വീട്ടിൽ അസറുദ്ദീൻ, എടവിലങ്ങ് പേരകത്ത് വീട്ടിൽ മിഹാസ്, എറിയാട് കൊല്ലത്ത് വീട്ടിൽ ഫർസാൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്.
മറ്റത്തൂരിലെ നിർദ്ദിഷ്ട കുഞ്ഞാലിപ്പാറ ഈക്കോ ടൂറിസം പദ്ധതിക്കായി 50 സെന്റ് ഭൂമി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയതായി കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ഒമ്പതുങ്ങൽ പ്രദേശത്ത് കോടശ്ശേരി വില്ലേജിൽ സർവേ നമ്പർ 951-ൽപ്പെട്ട 50 സെന്റ് ഭൂമിയാണ് പദ്ധതി നടപ്പാക്കുന്നതിന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കൈമാറാൻ ഉത്തരവായിട്ടുള്ളത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിക്ഷിപ്തമായിരിക്കും. ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൽ ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തും DTPCയും സംയുക്തമായാണ് കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഓഗസ്റ്റിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കുഞ്ഞാലിപ്പാറ സന്ദർശിച്ചിരുന്നു. 1 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ കരട് രൂപം DTPC തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഭൂമി അനുവദിച്ചുകൊണ്ട് നടപടിയുണ്ടായത്. പ്രവേശന കവാടം, പാർക്കിംഗ് സൗകര്യം, കഫ്റ്റീരിയ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഒരുക്കുക. ഏറെക്കാലമായി മറ്റത്തൂരിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് കുഞ്ഞാലിപ്പാറ ടൂറിസം. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. മർച്ചന്റ്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ 68ാം വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര ഭവനിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ KVVES സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രസാദിനെ ആദരിച്ചു. KVVES ജില്ലാ ട്രഷറർ ജോയ് മുത്തടൻ, ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കൂട്ടൂർ, ജില്ലാ സെക്രട്ടറി MK പോൾസൺ എന്നിവർ മുഖ്യാതിഥികളായി. CMA ജനറൽ സെക്രട്ടറി ജോജി തോമസ്, ട്രഷറർ KK സേതുമാധവൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ഫാഡിയ ഷഹീർ, വൈസ് പ്രസിഡന്റ് KN സുധ, സെക്രട്ടറി PS അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും നൽകി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CV മുഹമ്മദ് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KT പ്രേംകുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ BK ജയന്തി, പീഡിയാട്രീഷ്യൻ ഡോക്ടർ സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ വടക്കാഞ്ചേരി നഗരസഭാ തല ഉദ്ഘാടനം മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പോളിയോ വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്കായി നാളെയും മറ്റന്നാളും ആശ, അങ്കണവാടി പ്രവർത്തകർ വീടുകളിൽ സന്ദർശിച്ച് വാക്സിൻ നൽകും. ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ PB വിജീഷ്, മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ MF പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് K ഗോപകുമാർ, സോണിയ ജോണി, വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KT സുജ, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപറമ്പിൽ ക്ഷേത്രത്തിന് സമീപം വെളുത്തപുരയ്ക്കൽ 75 വയസ്സുള്ള കുഞ്ഞയ്യപ്പനാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുഞ്ഞയ്യപ്പനെ കണ്ടിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മതിലകം പോലീസ് മേൽ നടപടി സ്വീകരിച്ചു.
LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS എരുമപ്പെട്ടി ഉപമേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. BMS എരുമപ്പെട്ടി സെക്രട്ടറി KS കൃഷ്ണമണി ജാഥ ക്യാപ്റ്റനായി. മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കടങ്ങോട് റൂട്ട് സെന്ററിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവിലക്കാട് ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി PV വിനോദ്, പ്രസിഡന്റ് KM റജി തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യു നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കോടാലി സെന്ററിൽ സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി അരുൺ കൊടകര, ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, KA ഹനീഫ, രഹൻ പള്ളത്തേരി, മുരളി വെട്ടിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 15ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നടന്ന കാൽനാട്ട് കർമ്മം ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വാർഡ് മെമ്പർ NN ജോഷി അധ്യക്ഷത വഹിച്ചു. ഈ മാസം 20-ാം തീയതി നടക്കുന്ന നാടകോത്സവം ചലച്ചിത്ര സംവിധായകൻ ബാബു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഒക്ടോബർ 20 മുതൽ 29 വരെ ദിവസവും രാത്രി 7 മണിക്ക് നടക്കും. 29-ന് നടക്കുന്ന സമാപന സമ്മേളനം ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. മാർത്തോമസ് സഭയുടെ കുന്നംകുളം സെന്റർ കൺവെൻഷൻ സമാപിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയൂസ്, മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മാക്കാരിയൂസ്, എപ്പിസ്കോപ്പ ഫാദർ ഡിനു ജോർജ്, കൺവീനർ MK ജോയ് തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി. ഈ വർഷം നമ്മുടെ എഴുതിയതായിട്ടുള്ള മനോഹരമായുള്ള ഉത്രാളിക്കാവ് പൂരം വെങ്കക്കാട് ദേശത്തിന്റെ സോവനീർ പ്രകാശനം സൂനിയർ കമ്മിറ്റി കൺവീനർ രാജഗോപാൽ, ദേശം രക്ഷാധികാരി G സുകുമാരന് നൽകി നിർവഹിച്ചു. ദേശം പ്രസിഡന്റ് PR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, പൂരം ചീഫ് കോർഡിനേറ്റർ B സുരേഷ് കുമാർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. മുളൻ പായലിന്റെ പിങ്ക് പൂക്കൾ നിറഞ്ഞ പറപ്പൂർ മുള്ളൂർ കായൽ പാടശേഖരം കൗതുക കാഴ്ചയായി. പായൽപൂവിന്റെ ശാസ്ത്രനാമം കമ്പാമ്പ ഫർക്കഡ എന്നാണ്. അമേരിക്കയിൽ നിന്നും വന്ന അധിനിവേശ പായലാണിവ. രാവിലെ 10 മണിയോടെയാണ് ഇവ വിരിയുന്നത്. ഉച്ചയോടുകൂടി വാടുകയും ചെയ്യും. പൂക്കൾ കാണാൻ മനോഹരമാണെങ്കിലും ഇവയുടെ വ്യാപനവും അമിതമായ വളർച്ചയും വെള്ളത്തിലെ ജീവജാലങ്ങൾക്ക് ഭീഷണിയാണ്. സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് എത്തുന്നത് ഇവ തടയുന്നത് മൂലം വെള്ളത്തിൽ ഓക്സിജന്റെ സാന്നിധ്യം കുറയുകയും മറ്റ് സസ്യങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യും. ഇത്തരം പായലിന്റെ അമിതമായ വളർച്ച മൂലം മറ്റ് കൃഷികൾ നശിക്കുവാനും സാധ്യതയുണ്ട്. ബസ്സിൽ ഫിക്സ് വന്ന വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർ മാതൃകയായി. തൃശൂർ ആറങ്ങോട്ടുകര റൂട്ടിലോടുന്ന മോജോമോൻ ബസ്സിലെ കണ്ടക്ടർ വനീഷും ഡ്രൈവർ സലീമുമാണ് ഫിക്സ് വന്ന വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ വിദ്യാർത്ഥിക്ക് പ്രാഥമിക പരിചരണം നൽകിയ ശേഷം ബസ്സിൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കൾ എത്തുന്നതുവരെ ബസ്സിലെ സ്ഥിരം യാത്രികനായ അർജുൻ കൂട്ടിരുന്നു. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂരിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജനങ്ങൾക്ക് കാഴ്ചശക്തിയുടെയും കണ്ണിന്റെയും പരിരക്ഷയെയും കരുതലിനെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പും ചോദ്യോത്തര പങ്ക്തിയുമാണ് സംഘടിപ്പിച്ചത്. ചോദ്യോത്തര മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാകുന്ന തിമിരം, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ രോഗങ്ങളെപ്പറ്റിയും ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭേദമാകാത്ത ഗ്ലോക്കോമ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തിരിച്ചറിയാനും എടുക്കേണ്ട പ്രത്യേക മുൻകരുതലുകളെപ്പറ്റിയും ക്യാമ്പ് വിശദമായി ചർച്ച ചെയ്തു. ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ തുടങ്ങിയവ നിശ്ചിത കാലയളവിൽ പരിശോധിക്കുന്നതിനോടൊപ്പം കണ്ണിന്റെ ആരോഗ്യവും പരിശോധിക്കണമെന്ന്
റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ MD ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു. മനസ്സിന്റെ മാത്രമല്ല ശരീരത്തിന്റെ കൂടെ കണ്ണാടിയാണെന്ന് ഞാൻ പറയും. അതേമാതിരി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് കണ്ണാണെന്ന്. നമ്മൾ കണ്ണ് നോക്കിയിട്ട് അതിന്റെ ഡാറ്റ എടുത്തിട്ട് ഒരു ആൾക്ക് എത്ര കൊല്ലം ജീവിക്കാം, ഹാർട്ട് കേടുള്ള ആളാണെങ്കിൽ എത്ര കൊല്ലം ജീവിക്കാം എന്നുള്ളത് വരെ നമുക്ക് കണ്ണ് നോക്കി അറിയാം. അപ്പൊ അത്രയും നല്ല ഒരു അവയവമാണ് നമ്മുടെ കണ്ണ്. പാർവതി ആർ മേനോൻ, സെന്റർ മാനേജർ മനിത സുജിത്ത്, ജനറൽ മാനേജർ അജിത് കുമാർ, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധീഷ് എന്നിവർ പങ്കെടുത്തു. വിവിധങ്ങളായ നേത്രരോഗങ്ങളും അതിന്റെ പരിചരണവും ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 10 വർഷമായി വെളിച്ചം എന്ന പേരിൽ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ പരിപാടി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്വകാര്യ ബസ്സിൽ കുഴഞ്ഞു വീണ +2 വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തിച്ച് ബസ് തൊഴിലാളികൾ മാതൃകയായി. ചേലക്കര എളനാട് റോഡിൽ സർവീസ് നടത്തുന്ന കീർത്തനം ബസ്സിലെ ഡ്രൈവർ പ്രദീപ്, കണ്ടക്ടർ തോമസ് എന്നിവരാണ് വിദ്യാർത്ഥിനിയെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ചേനം തരിശുപടവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വിത നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പടവ് പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ADA CD മാലിനി, ചേർപ്പ് കൃഷി ഓഫീസർ ശ്യാമള, പാറളം കൃഷി ഓഫീസർ ഡോക്ടർ DT മരിയ ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു. ചാടൂർ പഞ്ചായത്തിന്റെയും ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തി. സബ് സെന്റർ തല ഉദ്ഘാടനം ചാടൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി നിർവഹിച്ചു. ആലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ KC സന്തോഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ N ഫാത്തിമ, PK പ്രീന, അക്ഷയ ആനന്ദ്, ദിവ്യ മാത്യു, ബിന്ദു ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചർച്ചാ സംഗമം പ്രൊഫസർ ഡോക്ടർ EM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് P മുനീർ, സെക്രട്ടറി അനീസുദ്ദീൻ, ഷഹീദ് പാലിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സ്കൂൾ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് എരുമപ്പെട്ടി സ്വദേശി MS മുഹമ്മദ് സയാനെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് സയാൻ BEFA കേരള ഫുട്ബോൾ അക്കാദമി പ്ലെയറാണ്. ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ ടീം കോച്ച് KK ഹമീദാണ് പരിശീലകൻ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ MM സലീമിന്റെയും ജസ്ലയുടെയും മകനാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് 55 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൊടുമ്പ് സബ് സെന്റർ ഉദ്ഘാടനം MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം ചെയ്തു. ഉലൂർ സെന്റ് ആന്റണീസ് ഫൊറൂന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് പൊതുവാഹന വെഞ്ചരിപ്പ് നടന്നു. പള്ളി ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന 100 കണക്കിന് വാഹനങ്ങളാണ് വെഞ്ചരിച്ചത്. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, സഹവികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പള്ളിൽ തുടങ്ങിയവർ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഈ മാസം 22, 23, 24 തീയതികളിലാണ് തിരുനാൾ.
CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാന്ത്വന പരിപാലന സേന രൂപീകരണവും ഏകദിന പരിശീലന ക്യാമ്പും നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CPM സൗത്ത് ലോക്കൽ സെക്രട്ടറി KE. സുധീർ അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ MN. മുരളീധരൻ, KP. ജയൻ, പത്മം വേണുഗോപാൽ, PI. രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ പഴുവിൽ ഏരിയ കൗൺസിലിന്റെ 57ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ തൃശൂർ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ജോസ് കെ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഴുവിൽ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് TP. വർഗീസ്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഏരിയ കൗൺസിൽ വൈസ് പ്രസിഡന്റ് TJ. റോബാർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,390 രൂപ, പവന് 91,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി റവന്യൂ മന്ത്രി K. രാജൻ. പൊതുജനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഡയറക്ടർ BN. നാഗരാജ്. വടക്കാഞ്ചേരിയിൽ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് അതിഥി തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. റോഡ് അപകടങ്ങൾ പെരുകുന്നു. ദേശീയപാത ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി സ്വദേശിനി സിജിയാണ് മരിച്ചത്. ഗുരുവായൂർ പാലുവായിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് യുവാവിന് പരിക്ക്. കൊരട്ടിമുത്തിയുടെ തിരുനാളിന് ഭക്തജന പ്രവാഹം. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.